ഹലോ ഫ്രണ്ട്സ്, എന്താണ് എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ എത്രയോ കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു ഈ തുരങ്കം കാണുക. കുതിരാൻ തുരങ്കം, കുതിരാൻ തന്നെ അല്ല പറയുക. എത്രയോ നാളായി ഞാനിങ്ങനെ വീഡിയോയിലൊക്കെ കാണലുണ്ട് എന്നല്ലാതെ ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. എത്ര മനോഹരമായിട്ടാണല്ലേ ഇത് നിർമ്മിച്ചത്. എനിക്ക് ഒരു സംശയം തോന്നുന്നു, കേരളത്തിൽ ഇത് മാത്രമാണോ തുരങ്കം ഉള്ളത്? ഇനി വേറെ ഉണ്ടോ എനിക്കറിയില്ല കേട്ടോ. ഇത് ഞാൻ കേട്ടിട്ടുള്ളൂ, കണ്ടിട്ടുള്ളൂ. അങ്ങനെ നേരിട്ട് കാണുന്നത് ഇപ്പോഴാട്ടോ. അല്ലാതെ മഹാരാഷ്ട്ര, ബോംബെയിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ കൊങ്കൺ തുരങ്കം അതൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാലും കേരളത്തിൽ ഇങ്ങനെ ഈ തുരങ്കം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, നേരിട്ട് കാണുന്നത്. വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. എത്ര മനോഹരം, അതിൻ്റെ ഭംഗിയില്ല അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ. ഇതേപോലത്തെ ഒരു ഗുഹാണ് ഇവിടെ ആനക്കാമ്പൊയിൽ കാളാടി ഈ മേപ്പാടി വഴി വരുന്നത് കേട്ടപ്പോൾ വലിയ സന്തോഷം. എത്ര മനോഹരമായിരിക്കില്ലേ, 8 കിലോമീറ്റർ എന്നൊക്കെ പറയും. എത്ര ഭംഗിയല്ലേ. ഗൾഫിലൊക്കെ നമ്മൾ കുറേ കണ്ടിട്ടുണ്ട്. എന്നാലും നമ്മളെ കൊച്ചു കേരളത്തിൽ ഇങ്ങനത്തെ ഇതൊക്കെ വരുമ്പോൾ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന രീതിയിൽ, യാത്രക്കാരെ ആകർഷിക്കുന്ന രീതിയിൽ ഇങ്ങനത്തെ തുരങ്കങ്ങളൊക്കെ വരുമ്പോൾ വളരെ സന്തോഷമല്ലേ. ഏതായാലും ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ വരുമ്പോൾ. ഒരു ദിവസം രാവിലെ ആയിരുന്നു, ഒരു 9:30-10 മണി ആ ടൈമിൽ. നല്ലൊരു കാലാവസ്ഥയായിരുന്നു. എത്ര മനോഹരമായിട്ടാണ് അതിൻ്റെ അതാ കണ്ടില്ല, അതിൻ്റെ എൻഡ് ഇവിടെ നിന്ന് ഇങ്ങനെ കാണുന്നത്. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലൊന്നും കാണുന്നില്ല. ഏതായാലും കുറച്ച് അങ്ങോട്ട് ഉള്ളോട്ട് കയറിയപ്പോണ്ട് അതിൻ്റെ ഓരോ ഭാഗത്തും അപ്പുറത്തെ ഇതിലേക്ക് ടച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ഗുഹൻ്റെ പിന്നെ രണ്ട് സ്ഥലത്തിട്ടുണ്ട് അപ്പുറത്തേക്കുള്ളൊരു പാസേജ്. ഇങ്ങനെ എന്തെങ്കിലും വണ്ടി കുടുങ്ങി അതും ഇതൊക്കെ വിഷയങ്ങളൊക്കെ വന്നാൽ അപ്പുറത്തേക്ക് പാസേജ് വണ്ടി കൊടുത്തതാണ്. 2 കണ്ട്. ഏതായാലും അടിപൊളി കാഴ്ച തന്നെ. ഏതായാലും കാണാത്തവരുണ്ടെങ്കിൽ ഇത് വന്ന് കാണുക. ഈ വഴിക്കൊക്കെ അടുത്ത് കൂടെയൊക്കെ പോവുകയാണെങ്കിൽ ഇതുപോലത്തെ ഒരു ഗുഹ ഇനിയിപ്പോൾ ആനക്കാമ്പൊയിൽ മേപ്പാടി വരുന്നുണ്ട്. അതിൻ്റെ പരസ്യങ്ങളൊക്കെ കേട്ടപ്പോൾ വളരെ സന്തോഷം. യാത്രകളൊക്കെ എളുപ്പമായി കിട്ടും. വളരെയധികം ടൂറിസ്റ്റുകളെ ആകർഷിക്കുകയും ചെയ്യും.